ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ദ ഷാഡോ 40-ാം ഭാഗം. രചന ആമിക. അവതരണം ബിൻസു ഷിജി. നിങ്ങൾ ഒരിക്കലും എന്നെ സ്നേഹിച്ചിട്ടില്ല. സ്നേഹിച്ചത് ഞാൻ മാത്രം. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അന്നക്കൊച്ച് പറഞ്ഞ വാക്കുകൾ ജയദേവൻ്റെ മനസ്സിൽ ഒരു വെള്ളിടി പോലെ മുഴങ്ങി. ആമിക പറഞ്ഞത് അക്ഷരം പ്രതി സത്യമാണ്. താനൊരു ക്രൂരനാണ്. അല്ലെങ്കിൽ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെട്ടുപോയ ആ പാവത്തിനെ വീണ്ടും തനിച്ചാക്കാൻ തനിക്ക് എങ്ങനെ തോന്നി? അത്രമേൽ തീവ്രമായി സ്നേഹിച്ച ഒരാളെ ഉപേക്ഷിച്ചു പോകാൻ മാത്രം താൻ എന്തിനു മുതിർന്നു? ഞാൻ യഥാർത്ഥത്തിൽ അന്നക്കൊച്ചിനെ സ്നേഹിച്ചിട്ടുണ്ടോ? ജയദേവൻ ആ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് തന്നോട് തന്നെ ചോദിച്ചു. കുഞ്ഞിലക്ഷ്മിയോടൊപ്പം ദാമ്പത്യ ജീവിതം തുടങ്ങിയ ആ നാളുകൾ അയാളുടെ ഓർമ്മകളിലേക്ക് കടന്നു വന്നു. വലിയൊരു പരീക്ഷണ കാലം. താലി കെട്ടിയ പെണ്ണിനെ സ്നേഹിക്കാനാകാതെ, സ്നേഹിച്ച പെണ്ണിനെ സ്വന്തമാക്കാനാകാതെ ദിവസങ്ങൾ മുന്നോട്ട് പോകും. എല്ലാം മറക്കാൻ ശീലിക്കുകയായിരുന്നു. ഉള്ളിൽ അന്നക്കൊച്ചിനോടുള്ള നഷ്ടപ്പെട്ട പ്രണയത്തിൻ്റെ തീരാനോവ് നീറിപ്പുകയുമ്പോഴും വിശ്വസ്തതയുടെ കൊടി ഉയർത്തിപ്പിടിക്കാൻ മാത്രമായിരുന്നു തൻ്റെ ശ്രമം. കുഞ്ഞിലക്ഷ്മി, അവളെൻ്റെ ഭാര്യയാണ്. അവളെ ഒരിക്കലും ചതിക്കരുത്. ഒരു സാഹചര്യത്തിലും അവൾക്ക് നോവുന്നതൊന്നും ചെയ്യരുത്. ഓരോ നിമിഷവും ജയദേവൻ ആ വാചകം തൻ്റെ മനസ്സിൽ മന്ത്രം പോലെ ഉരുവിട്ടുകൊണ്ടിരുന്നു. പ്രണയത്തിനും കടമയ്ക്കുമിടയിൽ ഉലഞ്ഞ ആ കാലഘട്ടത്തിൽ താൻ നിശബ്ദമായി കൊന്നൊടുക്കിയത് അന്നക്കൊച്ചിൻ്റെ പ്രതീക്ഷകളായിരുന്നു. ആ പഴയ ഓർമ്മകളിൽ ജയദേവൻ്റെ ഹൃദയം നുറങ്ങി. പെട്ടെന്നാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ആ കൂടിക്കാഴ്ചയുടെ ഓർമ്മകൾ ജയദേവൻ്റെ മനസ്സിലേക്ക് ഒരു ഫ്ലാഷ് ബാക്ക് പോലെ കടന്നു വന്നത്. ഈ വീടിൻ്റെ വരാന്തയിൽ വെച്ച് ആ കണ്ണുകളിലെ സങ്കടം കണ്ട് താൻ തകർന്നു പോയ നിമിഷം. അന്നവൾ തൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ച ആ ചോദ്യം, ജേട്ടാ എപ്പോഴാ വന്നേ? എന്നാലും ഇവിടെ എത്തിയിട്ട് എന്നെ ഒന്ന് കാണാൻ തോന്നിയില്ലല്ലോ. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അവൾ ഒരു നിമിഷം നിർത്തി. വേദനയാൽ പിടയുന്ന തൻ്റെ മനോവികാരങ്ങളെ ഒരു ദീർഘനിശ്വാസത്താൽ തടഞ്ഞു നിർത്തിക്കൊണ്ട് അവൾ തുടർന്നു. ജയേട്ടൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാനം ഞാൻ ചോദിക്കുന്നില്ല. ഒരു കൂട്ടുകാരിയെപ്പോലെ അല്ലെങ്കിലും പണ്ടെവിടെയോ കണ്ടുമുട്ടിയ ഒരു മനുഷ്യൻ്റെ സ്ഥാനത്തെങ്കിലും എന്നെ കരുതിക്കൂടെ? അതെ, എല്ലാം എൻ്റെ തെറ്റാണ്. എൻ്റെ തെറ്റ് മാത്രം. അന്ന, അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആത്മാവിൻ്റെ ആഴങ്ങളിൽ സ്വന്തം തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അയാൾ അവളെ നോക്കി. പ്രണയവും കുടുംബത്തോടുള്ള കടമയും തമ്മിലുള്ള ആ വലിയ യുദ്ധത്തിൽ തോറ്റുപോയൊരു പാവം മനുഷ്യനാണ് താനെന്ന വലിയ സത്യത്തിന് മുന്നിൽ ജയദേവനൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. കൊച്ചേ, എന്നോട് ക്ഷമിക്കണം. അന്ന് നിന്നോടൊരു വാക്കുപോലും പറയാതെ യാത്രയായത് എൻ്റെ തെറ്റാണ്. പക്ഷേ അതൊരിക്കലും നിന്നെ മനഃപൂർവ്വം വേദനിപ്പിക്കാൻ വേണ്ടി ആയിരുന്നില്ല. മകനെ നഷ്ടപ്പെട്ട വലിയ വേദനയിൽ ഞാൻ വല്ലാതെ തകർന്നുപോയി. എല്ലാം മറന്നുപോയി. അതായിരുന്നു സത്യം. അയാൾ അല്പം കൂടി അവളോട് ചേർന്ന് നിന്നു. പിന്നെ പതിഞ്ഞ ശബ്ദത്തിൽ തുടർന്നു. പിന്നെ എൻ്റെ ഈ വരവ്, അതും അവനു വേണ്ടി മാത്രമാണ്. എനിക്കൊരിക്കലും നിന്നെ അങ്ങനെ കാണാനാവില്ല. അന്നെ, എൻ്റെ ഹൃദയം നിറയെ നിന്നോടുള്ള സ്നേഹമല്ല, പ്രണയമാണ്. അതെ, അങ്ങനെ തന്നെ വേണം പറയാൻ. ഇനി ഒരിക്കൽ കൂടി ആ പ്രണയത്തിൻ്റെ കോട്ടയിലേക്ക് നടക്കാൻ ശ്രമിച്ചിട്ട് എന്തിനാ നമ്മൾ സ്വയം വേദനിക്കുന്നത്? അതുകൊണ്ട് മാത്രമാണ് ഈ അകൽച്ച. ജയദേവൻ്റെ വാക്കുകളിലെ തീവ്രത അന്നയെ നിശബ്ദയാക്കി. അവൾ അല്പം ഒന്ന് പതറിപ്പോയി. ആ സത്യം കേട്ടതിൻ്റെ ഞെട്ടലിലായിരുന്നു അവൾ. ജേട്ടാ, ഞാൻ എന്തോ പറയാനായി തുടങ്ങിയ അവളുടെ വാക്കുകൾക്ക് കാതോർക്കാതെ ജയദേവൻ വേഗത്തിൽ തൻ്റെ മുറിക്കുള്ളിലേക്ക് നടന്നു. ഡാഡി, ഞാൻ പറഞ്ഞത് സത്യമല്ലേ? വീണ്ടും ഒരിക്കൽ കൂടി വൈഷുവിൻ്റെ ചോദ്യം കാതുകളിൽ മുഴങ്ങുമ്പോൾ ജയൻ ശബ്ദം നഷ്ടപ്പെട്ടവനെ പോലെ തറഞ്ഞു നിന്നു. എന്തിനു വേണ്ടിയാണോ ഇത്രയും കാലം താൻ തൻ്റെ പ്രണയത്തെ ഇത്രയും സൂക്ഷ്മമായി ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചത്, അതെല്ലാം ഇപ്പോൾ തകർന്നിരിക്കുന്നു. ആമികയെല്ലാം അറിഞ്ഞിരിക്കുന്നു എന്ന സത്യം അയാളെ വല്ലാതെ വേദനിപ്പിച്ചു. ഡാഡി, പെട്ടെന്ന് കാതുകളിൽ മുഴങ്ങിയ മകളുടെ ആ വിളിയിൽ ജയദേവൻ്റെ ചിന്തകൾ മുറിഞ്ഞു. മകളുടെ കണ്ണിലെ ഗൗരവം കണ്ട് അയാൾ അല്പനേരം നിശബ്ദനായി. പിന്നീട് വാത്സല്യത്തോടെ അവളുടെ കൈകൾ തൻ്റെ കൈക്കുള്ളിലാക്കി അയാൾ സാവധാനം സംസാരിച്ചു തുടങ്ങി. മോളെ, ഒരു കാര്യം സത്യമാണ്. അന്നക്കൊച്ചിനെ ഞാൻ അഗാധമായി പ്രണയിച്ചിരുന്നു. ഇന്നും ആ പ്രണയം മായാതെ എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ നീ തിരിച്ചറിയേണ്ട വലിയൊരു സത്യമുണ്ട്.
എൻ്റെ പപ്പയുടെ നിർബന്ധത്തിന് നിന്റെ അമ്മയെ വിവാഹം കഴിച്ച് കൂടെ കൂട്ടുമ്പോൾ എനിക്ക് അവളോട് യാതൊരു പ്രണയവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ അവളെ പ്രണയിച്ചു തുടങ്ങി. ഇപ്പോഴും ഞാൻ അവളെ പ്രണയിക്കുന്നു. അവൾ എനിക്ക് സമ്മാനിച്ച നിങ്ങളിലും വലുതായി ഇന്ന് ഈ ലോകത്ത് എനിക്കൊന്നുമില്ല. അതൊക്കെ പോട്ടെ, നീ പറഞ്ഞ ആളെ എവിടെ നിന്നാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുക? അത് പറ, നമുക്കതിലേക്ക് നീങ്ങാം. എന്നാൽ ആമിക വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഡാഡി, അതിനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു വാക്ക് തരണം. എന്ത് വാക്ക്? എൻ്റെ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തിയാക്കി ഞാൻ മടങ്ങുമ്പോൾ ഡാഡി ഈ ജീവിതത്തിൽ വീണ്ടും തനിച്ചായി പോകും. അന്ന് ഡാഡി ആ അന്നക്കൊച്ചിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കണം. എൻ്റെ ലക്ഷ്യങ്ങളെല്ലാം ഞാൻ പൂർത്തിയാക്കി മടങ്ങുമ്പോൾ ഡാഡി ഈ ജീവിതത്തിൽ വീണ്ടും തനിച്ചായി പോകും. അന്ന് ഡാഡി ആ അന്നക്കൊച്ചിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കണം. ആ ഒരു സമ്മതം എനിക്ക് തരികയാണെങ്കിൽ മാത്രം ഞാൻ ഈ നാട്ടിൽ നിൽക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾ തിരിച്ചു പോകുന്നു. എൻ്റെ ഉള്ളിൽ മുളച്ചു തുടങ്ങിയ എൻ്റെ പ്രണയത്തെയും വിഷ്ണുവേട്ടനെയും ഇവിടെ ഉപേക്ഷിച്ച് ഞാൻ ഡാഡിക്കൊപ്പം ഇറങ്ങിക്കൊള്ളാം. ആമികയുടെ വാക്കുകൾ ജയദേവനിൽ വലിയൊരു ഞെട്ടലുണ്ടാക്കി. തൻ്റെ മകൾ എത്രത്തോളം പിടിവാശിക്കാരിയാണെന്ന് അയാൾക്ക് നന്നായി അറിയാം. ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ അതിൽ നിന്ന് പുറകോട്ട് നടക്കാത്തവൾ. അന്നക്കൊച്ചിനെ കൂടെ കൂട്ടാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് ഈ പ്രായത്തിൽ സമൂഹം എന്തു പറയും എന്ന ഭയമായിരുന്നു ജയൻ്റെ മനസ്സിൽ. ഒടുവിൽ വേദനയോടെ അയാൾ മകളുടെ ആ വാശിക്ക് മുന്നിൽ നിസ്സഹായനായി നിന്നു. ഓക്കെ, എനിക്ക് മനസ്സിലാക്കാനാകും ഡാഡി. നിനക്ക് ഞങ്ങളെക്കാൾ വലുത് ഈഗോയാണ്. നാട്ടുകാർ എന്തു പറയുമെന്ന വെറും ചിന്തകൾ മാത്രം. സോ ഐ എം ഗോയിങ് ടു പാക്ക് മൈ തിങ്സ്. ലെറ്റ്സ് ഗോ. ആ വാക്കുകളോടൊപ്പം അവൾ ചാടി എഴുന്നേറ്റ് തൻ്റെ സാധനങ്ങൾ പാക്ക് ചെയ്യാൻ മുറിയിലേക്ക് ഓടിയത് ജയദേവൻ ഒരു ഞെട്ടലോടെ നോക്കി നിന്നു. മകളുടെ ആ വേഗതയും ദൃഢനിശ്ചയവും അയാളെ വല്ലാതെ ഭയപ്പെടുത്തി. വൈഷു, അവൾക്ക് ആ വിളി കേട്ടതും ഉള്ളൊന്ന് പിടഞ്ഞു. ഒരുപാട് സ്നേഹം തോന്നുമ്പോൾ മാത്രം ഡാഡി വിളിക്കുന്ന പേര്. ആ വാക്കുകൾക്കുള്ളിലെ കുറ്റബോധവും സ്നേഹവും അവൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും തൻ്റെ ദൃഢനിശ്ചയത്തിൽ നിന്ന് ഒരിഞ്ച് പോലും മാറാതെ, തിരിഞ്ഞു പോലും നോക്കാതെ അവൾ തുണികൾ മടക്കിക്കൊണ്ടിരുന്നു. എനിക്ക് സമ്മതമാണ് മോളെ. നീ നിന്റെ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തിയാക്കി തിരികെ വന്നാൽ അന്നയെ ഞാനിനി ഒരിക്കലും കൈവിടില്ല. ഇതെൻ്റെ വാക്കാണ്. ജയദേവൻ ശബ്ദം ഇടറിപ്പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ കേട്ടതും ആമികയുടെ ശരീരം ഒന്ന് കോരിത്തരിച്ചു. താൻ ആഗ്രഹിച്ച ആ മാറ്റം സംഭവിച്ചിരിക്കുന്നു. അവൾ വേഗത്തിൽ തിരിഞ്ഞു നിന്ന് ജയദേവനെ കെട്ടിപ്പിടിച്ചു. ഓഹ്, ലവ് യു ഡാഡി. പെട്ടെന്നൊരു കുസൃതി ചിരിയോടെ അവൾ അയാളുടെ കവിളിൽ ഒരു ഉമ്മ നൽകി. എന്നാൽ പിന്നെ ആ ബാക്കിയുള്ള തുണി കൂടി മടക്കി ഷെൽഫിൽ വെച്ചേരേ, ഞാനൊന്ന് ഓടിപ്പോയച്ചു ഇപ്പോൾ വരാം. ദാ പോയി ദേ വന്നു. സുരേഷ് ഗോപിയുടെ സ്റ്റൈലിൽ ഒരു ഡയലോഗും പറഞ്ഞ് മിന്നൽ വേഗത്തിൽ അവൾ പുറത്തേക്കോടി. തൻ്റെ മകളുടെ ആ നിഷ്കളങ്കമായ സന്തോഷം നോക്കി നിന്ന ജയദേവൻ അറിയാതെ പുഞ്ചിരിച്ചു പോയി. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി തൻ്റെ ഹൃദയം ഭാരമില്ലാതെ ലഘുവായി തോന്നി. ഏയ്, ഇവിടെ ആരുമില്ലേ? ചോദ്യത്തിന് അകത്തു നിന്നും മറുപടിയൊന്നും കേൾക്കാത്തതുകൊണ്ട് ഒരു കള്ളപ്പൂച്ചയെപ്പോലെ ആമിക പെതുക്കെ അകത്തേക്ക് കടന്നു. ചെറുതെങ്കിലും അതിമനോഹരമായി പരിപാലിക്കുന്ന ഒരു വീട്. വസ്തുക്കളെല്ലാം സ്ഥാനം തെറ്റാതെ അടുക്കി വെച്ചിരിക്കുന്നു. പക്ഷെ വീട്ടിൽ ആളുള്ളതിൻ്റെ യാതൊരു അടയാളങ്ങളും അവിടെയില്ല. ഛേ, ഒരു നല്ല കാര്യത്തിന് വന്നപ്പോൾ ഈ അന്നക്കുട്ടി എവിടെ പോയതായിരിക്കും ആവോ? അവൾ സ്വയം പിറുപിറുത്തു. ഉടനെ തന്നെ നാക്ക് കടിച്ച് അവൾ ആ വാക്കുകളെ തിരുത്തി. അയ്യോ, ഞാൻ അറിയാതെ വിളിച്ചതാണ്. ഇനി ഞാൻ അമ്മക്കുട്ടി എന്നെ വിളിക്കൂ. ഓരോ മുറികളിലും അവൾ കയറി ഇറങ്ങി നോക്കി. എവിടെയും ആരെയും കാണാനില്ല. സാധാരണയായി അമ്മ മാത്രമായിരിക്കും ഇവിടെ ഉണ്ടാകാറുള്ളത്. എങ്കിലും എവിടെയെങ്കിലും പോയതാകാമെന്ന് അവൾ കരുതി. മടങ്ങി വരുന്നതുവരെ ഇവിടെ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ച് ഒരു കസേര വലിച്ചിട്ട് അവൾ ഇരിക്കാൻ തുടങ്ങുമ്പോഴാണ് എതിർവശത്ത് കതക് ചാരിയിട്ടിരിക്കുന്ന ഒരു മുറി അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ആഹാ, ഇവിടെ ഇങ്ങനെ ഒരു മുറി കൂടി ഉണ്ടായിരുന്നോ? അമ്മ ഈ മുറിയിലായിരിക്കുമോ കിടക്കുന്നത്? സ്വയം ചോദിച്ചുകൊണ്ട് ഒച്ചയുണ്ടാക്കാതെ അവൾ പതുക്കെ ആ വാതിൽ തുറന്നു. ആ മുറിയിൽ എന്തായിരിക്കും ആമികയെ കാത്തിരിക്കുന്നത്? തുടരും. അടുത്ത ഭാഗവുമായി കാണും വരെ ബൈ ബൈ. സ്റ്റേ സേഫ്.